മഹദി ഹസന്റെ അനുഗ്രഹീത ശബ്ദത്തിൽ ആസ്വാദക ലോകം ആഘോഷിച്ച് റഫ്ത റഫ്ത എന്ന ഗസലുമായി ഷഹനാസ് അബ്ദുൾ റൌഫ്. ഗസൽ ആലാപന രംഗത്ത് അവഗണിക്കാനാവാത്ത പുതിയ ശബ്ദ സാന്നിധ്യമായ ഷഹനാസ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ വിവിധ വർഷങ്ങളിലായി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. വിവിധ ചാനലുകളിലും നിരവധി പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നുണ്ട് ഈ കലാകാരി. റസൂലൻ അമീന എന്ന അറബി ഗാനവുമായി ഹാദി അലി. حبيبي
أتانا بالطيبة بشيرا مجيبا. ആകാശഭൂമി എന്ന ഗാനവുമായി ഷെഫിൻ റോഷൻ. ആകാശഭൂമികൾ തീർത്തനാഥ, ആലങ്ങൾക്കധീപനും നീയതല്ലാഹ്. ആരാധനയ്ക്കർഹൻ വേറെയില്ല, ആ വിധിയാലെയാണെല്ലാമെല്ലാം. ആകാശഭൂമികൾ തീർത്തനാഥ, ആലങ്ങൾക്കധീപനും നീയതല്ലാഹ്. ആരാധനയ്ക്കർഹൻ വേറെയില്ല, ആ വിധിയാലെയാണെല്ലാമെല്ലാം. മിന്നുന്ന താരങ്ങൾ കിളിപ്പാടുന്ന പാട്ടിൻ്റെ ഈണങ്ങൾ. മാനത്ത് മിന്നുന്ന താരങ്ങൾ കിളിപ്പാടുന്ന പാട്ടിൻ്റെ ഈണങ്ങൾ. എല്ലാം വാഴ്ത്തുന്നു നിന്റെ ഹൈറിനായി, നീട്ടുന്നു ഞാനെൻ്റെ ഈ കരങ്ങൾ. നീട്ടുന്നു ഞാനെൻ്റെ ഈ കരങ്ങൾ. ആകാശഭൂമികൾ തീർത്തനാഥ, ആലങ്ങൾക്കധീപനും നീയതല്ലാഹ്. ആരാധനയ്ക്കർഹൻ വേറെയില്ല, ആ വിധിയാലെയാണെല്ലാമെല്ലാം. രാവിൻ്റെ ഇരുളിനെ നീ മായ്ക്കും, അപ്പോൾ പകലിൻ്റെ പൊൻപുലരി പിറക്കും. രാവിൻ്റെ ഇരുളിനെ നീ മായ്ക്കും, അപ്പോൾ പകലിൻ്റെ പൊൻപുലരി പിറക്കും. മഞ്ഞും മലകളും കാറ്റും തിരകളും തസ്ബീഹ് ചൊല്ലി നിൻ പ്രീതി നേടും. തസ്ബീഹ് ചൊല്ലി നിൻ പ്രീതി നേടും. ആകാശഭൂമികൾ തീർത്തനാഥ, ആലങ്ങൾക്കധീപനും നീയതല്ലാഹ്. ആരാധനയ്ക്കർഹൻ വേറെയില്ല, ആ വിധിയാലെയാണെല്ലാമെല്ലാം. ആകാശഭൂമികൾ തീർത്തനാഥ, ആലങ്ങൾക്കധീപനും നീയതല്ലാഹ്. ആരാധനയ്ക്കർഹൻ വേറെയില്ല, ആ വിധിയാലെയാണെല്ലാമെല്ലാം. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം എന്ന ഗാനത്തിന് ശബ്ദം പകരുന്നു സിറാജ് കോഴിക്കോട്. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ.
ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ. മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ. മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ. ഒരു ചുടലവരെ. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ചുമലിൽ ജീവിതഭാരം. പൊങ്കിടും നഗരകൾ ദൂരി തൂടി വകവണ്ണം ചങ്കുകൾ തകൃതികൾ താളം കൊടും പുൽകൾ ഭജയോടെ തുടിതപ്പം തുടരിയെണ്ണ പാർപ്പിരെ പടഭദ്രമേളം. തിങ്കളിൽ തികെ തിങ്കൾ നിധി തങ്ങൾക്കെതിർ നിന്ന് തണ്ടുടെ കുറേശുണ്ടെ പാരം ചതി തിങ്കുമയകം വകമൊളിയുണ്ടെ കിബറുവറ്റ വമ്പരയൊരുക്കുമെ പാരം. പൊങ്കിടും നഗരകൾ ദൂരി തൂടി വകവണ്ണം ചങ്കുകൾ തകൃതികൾ താളം. OM കരുവാരക്കുണ്ട് രചിച്ച പൊങ്കിടും എന്ന ഗാനത്തിന് സിദ്റത്തുൽ മുൻതഹായുടെ ശബ്ദം. തിങ്കിടും കീബറുവിന്റെ ഇട്ടൽ വാസുടങ്കാലും തങ്കമേ കത്തി വിളങ്ങും ജൗഹ്രപതിത്തുളി രാജാലും. തിങ്കിടും കീബറുവിന്റെ ഇട്ടൽ വാസുടങ്കാലും തങ്കമേ കത്തി വിളങ്ങും ജൗഹ്രപതിത്തുളി രാജാലും. ചുങ്കുറ്റേ കസവാലും മികമിക ചട്ടകൾ പൊന്നാലും ചിന്തയിൽ ഹുങ്കുതരച്ച് ശിർക്ക് മികന്നു നിന്തോലും. നിന്തോരതി പടശണ്ടയിടം പുക്കെ ദൂരമികന്തെറ്റടെ അബുജഹൽ വത്തൻ ഇരകിടമിട്ടത് കൊടുകരമത്തോൻ പടകൊടുകൊടുമേൽ തുറവിനെ എണ്ടും നിണ്ടും തകൃതമേ സുഹൃതമേ സംകൃതം. പൊങ്കിടും നഗരകൾ ദൂരി തൂടി വകവണ്ണ ചങ്കുകൾ തകൃതികൾ താളം കൊടും പുൽകൾ ഭജയോട് തുടിതപ്പം തുടരിയെണ്ണ പാർപ്പിനെ പടഭദ്രമേളം. ഹജ്ജിന്റെ കാലത്ത് എന്ന് തുടങ്ങുന്ന ഗാനം ഷെരീഫ് നെരിപ്പറ്റയുടെ ആലാപനം. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് പൂനീലാവെങ്ങും പരന്നോരു നേരത്ത് ഞാനെൻ്റെ കൽബിൻ ബോറാക്കിലേറി എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് പൂനീലാവെങ്ങും പരന്നോരു നേരത്ത് ഞാനെൻ്റെ കൽബിൻ ബോറാക്കിലേറി എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി. എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി. റസൂലിൻ്റെ വന്യ പാദങ്ങളിൽ ചുംബനമേകിയ പൂമണൽ മുത്തുകൾ.
കൈകളിൽ വാരി വാരി എൻ്റെ കണ്ണീണയപ്പോൾ നിറഞ്ഞു തൂരി. ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത്, ഹജ്ജിൻ്റെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് ഊനീലാവെങ്ങും പരന്നോരു നേരത്ത് ഞാനെൻ്റെ കൽബിൻ ബുറാക്കിലേറി എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി, എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി. തൗഹീദിൻ മന്ത്രം മുഴക്കുവാൻ ഭൂമിയിൽ മുമ്പേ പണി തീർത്ത മങ്ങാത്ത മന്ദിരം. തൗഹീദിൻ മന്ത്രം മുഴക്കുവാൻ ഭൂമിയിൽ മുമ്പേ പണി തീർത്ത മങ്ങാത്ത മന്ദിരം കണ്ടെന്റെ കൽബ്. കൊച്ചുഗായിക അമീന ഫാത്തിമ ആലപിക്കുന്ന മനോഹരമായൊരു ഗാനം പൊങ്കിടും റഹ്മത്തിൻ. പൊങ്കിടു റഹ്മത്തിൻ പൊരുളാം തിരുകലിമ തങ്കനബി പൂമാൻ മോളെ കേണതുമേ ഫഹ്മ പുകളേറും തേലി ദീനിൽ പൂഗണം ഹക്കാമേ പദം രണ്ട് പോരിശ കൊണ്ടും പൂതിണ ലഹക്കാമേ പൊങ്കിടു റഹ്മത്തിൻ പൊരുളാം തിരുകലിമ തങ്കനബി പൂമാൻ മോളെ കേണതുമേ ഫഹ്മ സിംഗമൊത്തപ്പാരം ഉഷിരുടെ താരം സ്വരമുണ്ട് നേരം സമതുട സാരം സിംഗമൊത്തപ്പാരം ഉഷിരുടെ താരം തരമുണ്ടു നേരം സമതുട സാരം താരം മോളിന്താരോ നബി ത്വഹ സമ്മതിയാലെ പൂകിൻവതിനായി ദീനിൽ ഉമർ രണ്ടോർ പൂകിൻവതും ഹൈറാൻ ത്വഹ താൻ ഹന്തൊരു വിട്ട് നാദനിരം നേരായി നടയാൽ ഇരയിൽ അസദും മിലാഹി നടന്ന് ബർദിൽ ഉമർ ഫറൂഖി നടയാൽ ഇരയിൽ അസദും മിലാഹി നടന്ന് ബർദ് ഉമർ ഫറൂഖി കതിരൊളി തിളങ്ങിടും അബുൽ ഹാസിം അവരുടെ ഹുവൈലിദിൻ തിരുഹക്ക പുലർന്നതാമേ പൊങ്കിടു റഹ്മത്തിൻ പൊരുളാം തിരുകലിമ തങ്കനബി പൂമാൻ മോളെ കേണതുമേ ഫഹ്മ പൊങ്കും താജ പൊരുളെ ബിരാജ പദവിയിൽ ഹോജ പരിശുദ്ധ ബീജ പൊങ്കും താജ പൊരുളെ ബിരാജ പദവിയിൽ ഹോജ പരിശുദ്ധ ബീജ മജ്ഹം കോളിന്തേളിന്ത് പൂമാൻ വാതാശ്ശേരി തൂഷെന്ത് തമാൻ കാമാൻ അബുൽ ഹക്കം ഒരു പാകം താൻ
പ്രശസ്ത ഗസൽ ഗായിക ആബിദ പർവീന്റെ ചാരുതയാർന്നൊരു ഗസലുമായി ഷഹനാസ്. शामे फिराक अब न पूछ, शामे फिराक अब न पूछ, आई और आके ढल गई। शामे फिराक अब न पूछ, आई और आके ढल गई। दिल था कि फिर बहल गया, दिल था कि फिर बहल गया। जाते के फिर संभल गई। शामे फिराक अब न पूछ, आई और आके ढल गई। बज़्मे ख़याल में तेरे हुस्न की शम्मा जल गई। बज़्मे ख़याल में तेरे हुस्न की शम्मा जल गई। दर्द का चांद बुझ गया, दर्द का चांद बुझ गया। हिज्र की रात ढल गई। शामे फिराक अब न पूछ। जब तुझे याद कर लिया, सुबह महक महक उठी। जब तुझे याद कर लिया, जब तुझे याद कर लिया, जब तुझे याद कर लिया। सुबह महक महक उठी। जब तेरा गम जगा लिया, जब तेरा गम जगा लिया। रात मचल मचल गई। शामे फिराक अब न पूछ। दिल से तो हर मुआमला करके चले थे साफ हम। दिल से तो हर मुआमला, दिल से तो हर मुआमला, दिल से तो
आखिरी शब के हम सफर फैज न जाने क्या हुए आखिरी शब के हम सफर आखिरी शब के हम सफर आखिरी शब के हम सफर फैज न जाने क्या हुए रह गई किस जगह सबा रह गई किस जगह सबा सुबह किधर निकल गई शामे फिराक अब न पूछ आई और आके ढल गई दिल था के फिर बहल गया दिल था के फिर बहल गया जाते के फिर संभल गई शामे फिराक अब न पूछ आई और आके ढल गई शामे फिराक अब न पूछ നജിദ നഈം ആലപിക്കുന്ന ഇമ്പമാർന്ന ഒരു ഗാനം. ഖലീഫാത്തന്തി ചരിതം ഈണത്താൽ പാടിടാം ഞങ്ങൾ സഹോദരരെ കേട്ടിടുക ശകലം ഇസ്ലാമിൻ സാമ്രാജ്യ ദീപന്നുമർ ഖലീഫാത്തന്തി ചരിതം ഈണത്താൽ പാടിടാം ഞങ്ങൾ സഹോദരരെ കേട്ടിടുക ശകലം അന്നൊരു രാത്രി ഖലീഫ ഉമർ സഞ്ചരിപ്പാനിറങ്ങി അവിടുത്തെ തന്റെ പ്രജകളോടിത്തിരി കണ്ടറിവാക്കറിഞ്ഞി അങ്ങനെ പോകുന്ന വേളയിൽ ഉമർ ഖലീഫാത്തൻ കാണുകയാ അങ്ങകലെത്തിയ കുന്നിൻ ചരിവിലെ ചെറിയൊരു കൂരയതാ ഇസ്ലാമിൻ സാമ്രാജ്യ ദീപന്നുമർ ഖലീഫാത്തന്റെ ഇംഗ്ലീഷ് ഗാനവുമായി കൊച്ചുകൂട്ടുകാരി തമന്ന. പച്ചപ്പുതപ്പിട്ട പാടം. ആലാപനം ഷഹനാസ് സാലിഹ. പച്ചപ്പുതപ്പിട്ട പാടം ചാരി ചാലിട്ടൊഴുകുന്ന തോട് ചെമ്മണ്ണിൻ ചേലയുടുത്ത കുന്ന് ചേലിൽ ഹരിത വീരിപ്പിട്ട വീട് ചമയങ്ങളിങ്ങനെ ചേർത്തൊരുക്കി ചുങ്കിൽ പാരീതിനാഥനാം ശില്പി പാരീതിനാഥനാം ശില്പി പച്ചപ്പുരപ്പിട്ട പാടം ചാരി ചാലി
ചുവപ്പ് കാട്ടുമാർഗങ്ങൾ കുക്കി മുഞ്ച് പച്ചപ്പുരപ്പിട്ട പാടം ചാരി ചാലിട്ടൊഴുകുന്ന തോട് ആകാശത്തുണ്ടിളിത്തുണ്ട് താഴെയാഴിക്കടിയിലെ മുത്ത് ആകാശത്തമ്പിളിത്തുണ്ട് താഴെയാഴിക്കടിയിലെ മുത്ത് ചന്തത്തിലന്തി ചുവപ്പ് മേലെ മാനത്തെ നക്ഷത്രത്തൂപ്പ് ചന്തത്തിലന്തി ചുവപ്പ് മേലെ മാനത്തെ നക്ഷത്രത്തോപ്പ് ആണെ മിഴിക്കുന്നു കണ്ണ് കൽബ് കാരുണ്യവാനെ സ്തുതിത്ത് ആണെ മിഴിക്കുന്നു കണ്ണ് കൽബ് കാരുണ്യവാനെ സ്തുതിത്ത് പച്ചപ്പുരപ്പിട്ട പാടം ചാരി ചാലിട്ടൊഴുകുന്ന തോട് ചിന്മണ്ടിൻ ചേലയുടുത്ത കുന്ന് ചേലിൽ ഹരിത വീരിപ്പിട്ട വീട് ചമയങ്ങളിങ്ങനെ ചേർത്തൊരുക്കി ചുങ്കിൽ പാരീതിൽ നാദനാം ശില്പി പാരീതിൽ നാദനാം ശില്പി പച്ചപ്പുരപ്പിട്ട പാടം ചാരി ചാലിട്ടൊഴുകുന്ന തോട് പച്ചപ്പുരപ്പിട്ട പാടം ചാരി ചാലിട്ടൊഴുകുന്ന തോട് ചാന്തുഭാഷ ചിട്ടപ്പെടുത്തിയ ഈ മനോഹര ഗാനത്തോടെ കുട്ടികളുടെ ഗാനമേള ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇതുപോലെ വിദ്യാർത്ഥികളെ സദസ്സിന് മുമ്പിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹതീരത്തിൻ്റെ 50-ാം ലക്കം വാർഷിക പതിപ്പായി പുറത്തിറക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിലാണ് നാം നിൽക്കുന്നത്. കൂകിപ്പായുന്ന തീവണ്ടി വലതുവശത്തും മാനാഞ്ചിറ ഇടതുവശത്തും നിന്നുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ വന്ന നിങ്ങൾക്കേവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. കേരളത്തിൽ ഒത്തിരി ബാലപ്രസിദ്ധീകരണങ്ങൾ കൂട്ടുകാർക്കിടയിലേക്ക് എത്തിച്ചേരാറുണ്ടെങ്കിലും അതിൽ നിന്ന് സ്നേഹതീരത്തെ വ്യത്യസ്തപ്പെടുത്തുന്നത് അത് മറ്റ് പ്രസിദ്ധീകരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തികച്ചും കൂട്ടുകാരുടെ രചനകൾ ഉൾക്കൊള്ളിക്കുവാനും അവർക്കെഴുതുവാനും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ അനുഭവങ്ങളുമൊക്കെ പങ്കുവെക്കുവാനുമുള്ള ഒരു മാസിക എന്ന നിലയിൽ സ്നേഹതീരം തികച്ചും അഭിനന്ദനാർഹമായ ഒരു ദൗത്യം തന്നെയാണ് നിർവഹിച്ചു പോരുന്നത്. കേരളത്തിലെ പ്രമുഖരായ പല സാഹിത്യകാരന്മാരും ഈ സ്നേഹതീരത്തിൻ്റെ താളുകളിൽ പലപ്പോഴായി കടന്നുപോയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർഷിക പതിപ്പിൽ കേരളത്തിലെ ആദരിക്കപ്പെടുന്ന കഥാകൃത്ത് സി രാധാകൃഷ്ണൻ്റെ ഒരു കൊച്ചു കഥ ഞാനിവിടെ വായിക്കുകയാണ്. കാലാന്തരം. കഥയുടെ പേര് കാലാന്തരം. സ്നേഹതീരങ്ങളിൽ പാടുപെടുന്നവരുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ചെന്നണയുന്ന എല്ലാ തീരങ്ങളിലും കച്ചവടമാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ തീരങ്ങളും കച്ചവട തീരങ്ങളായി. സ്നേഹങ്ങളുടെ തീരങ്ങളിലും തദൈവ.
സ്കൂളിലേക്ക് മകനെ ഒരുക്കി ഷൂ വിടുവിക്കുന്ന അച്ഛൻ തമാശയായി കുട്ടിയോട് ചോദിച്ചു, പപ്പാക്ക് പ്രായമായാൽ നീ എന്നെ ഉടുപ്പിടാൻ സഹായിക്കുമോ? ആ 6 വയസ്സുകാരൻ്റെ മറുപടി, പപ്പായുടെ ഒസ്യത്തിൽ എനിക്ക് എന്തുണ്ടാകും എന്നറിഞ്ഞിട്ട് പറയാം. നമ്മുടെ പുതിയ കാലത്തെക്കുറിച്ച്, പുതിയ സമൂഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ കഥയിൽ ബഹുമാന്യനായ സി രാധാകൃഷ്ണൻ സമർപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി മനസ്സിൽ താലോലിച്ചു വെച്ച ഒരാഗ്രഹം, അതിൻ്റെ പൂർത്തീകരണത്തിന് കഴിവ് തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഈ ഇല്ലൻ്റെ മാസിക തുടങ്ങി 25ാമത്തെ ലക്കം തന്നെ ഇതുപോലെ ഒരു പരിപാടി വെച്ചുകൊണ്ട് കോഴിക്കോട്ട് നടത്തണം എന്നാഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്നത്തെ സാമ്പത്തികമായ അവസ്ഥ വെച്ചുകൊണ്ട് ആ പരിപാടി അന്ന് ഉപേക്ഷിക്കുകയുണ്ടായി. ഇന്ന് അത് 50 ലക്കം പൂർത്തിയാവുകയാണ്. ഈ 50ാം ലക്കത്തിലേക്ക് വേണ്ടി രചനകൾ അയച്ചു തരുവാൻ കത്തുകളിലൂടെയും മറ്റും ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി രചനകൾ അയച്ചു തരികയും ആ രചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 48 പേജ് വരുന്ന ഒരു വാർഷിക പതിപ്പ് ഇവിടെ പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ രചനകൾ അയച്ചു തന്ന എല്ലാ കൂട്ടുകാർക്കും അതോടൊപ്പം തന്നെ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് വ്യക്തികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ രചനകളെല്ലാം തന്നെ എഡിറ്റ് ചെയ്തു തന്ന ഷെരീഫ് നരിപ്പറ്റക്കും, പ്രൂഫ് നോക്കി തന്ന KT അനീഫ, DTP കവർ, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന മായിൻ നന്മ, ഇതിനു വേണ്ടി പരസ്യം നൽകിയവർ, ഈ സ്നേഹതീരം ഇത്രയും ഭംഗിയായി പ്രിൻ്റ് ചെയ്തു തന്ന ഗീതാഞ്ജലി പ്രസ്, ഈ പരിപാടിക്ക് സാമ്പത്തികമായും ഉപദേശപരമായ ഉപദേശനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തികൾ, ഇവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. സ്നേഹതീരം ഇവിടെ നിന്ന് അങ്ങോട്ടും തുടരുന്നതാണ്.